ആംതി എന്ന മഹാരാഷ്ട്രൻ വിഭവത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന സാമ്പാർ ഉണ്ടാകുന്നത്. 17-ാം നൂറ്റാണ്ടിൽ മറാത്ത സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു തഞ്ചാവൂർ. അന്ന് തഞ്ചാവൂർ ഭരിച്ചിരുന്ന ഷാഹുജി ചക്രവർത്തി ഛത്രപതി സാംഭാജി മഹാരാജിനെ തഞ്ചാവൂരിലെ തന്റെ കൊട്ടാരത്തിലേക്ക് വിരുന്നിന് ക്ഷണിച്ചു. വിരുന്നിന് സാംഭാജിക്ക് ഏറെ പ്രിയപ്പെട്ട മറാത്തി വിഭവമായ ആംതി ഉണ്ടാക്കാൻ തന്റെ കൊട്ടാരം പാചകക്കാരോട് ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ ആംതി ഉണ്ടാക്കാൻ ആവശ്യമായ പരിപ്പും പുളിരസത്തിന് ആംതിയിൽ ഉപയോഗിക്കുന്ന കുക്കുമും ലഭ്യമല്ലാതിരുന്നതിനാൽ കൊട്ടാരം പാചകക്കാർ തുവരപ്പരിപ്പും പുളിയും ചേർത്ത് ആംതിയെ പരിഷ്കരിച്ചു. ഈ വിഭവം സാംഭാജിക്ക് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തു. സാംഭാജിയോടുള്ള ആദരവായി ഈ ഡിഷിന് സാമ്പാർ എന്ന പേര് നൽകുകയും ചെയ്തു എന്നതാണ് സാമ്പാറിന്റെ ചരിത്രം. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ കൃഷ്ണദേവരായ രാജാവ് രചിച്ച തെലുങ്കു ടെക്സ്റ്റായ അമുക്ത മല്യതയിൽ പരാമർശിക്കുന്ന സാമ്പാറം പൂച്ചിണ്ട പാണ്ഡു എന്ന വാക്ക് സാമ്പാർ 16-ാം നൂറ്റാണ്ടിലും പോപ്പുലർ ആയിരുന്നു എന്നതിന് തെളിവാണ്. അതുപോലെ 17-ാം നൂറ്റാണ്ടിൽ ഗോവിന്ദ വൈദ്യ രചിച്ച കാന്തിരവ നരസരാജ വിജയ എന്ന കന്നഡ ടെക്സ്റ്റിൽ പരാമർശിക്കുന്ന പച്ചക്കറിയും പുളിയും ധാന്യവും ഒന്നിച്ചു ചേർത്ത് വേവിക്കുന്ന ഹൂളി എന്ന വിഭവവും സാമ്പാറിന്റെ മുൻഗാമിയായി കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഡിഷസിനും അതിന്റെ പിന്നിലുള്ള സ്റ്റോറീസിനും പ്ലീസ് ടു ഫോളോ ലിറ്റിൽ ടേൽസ്.